എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ പഠനം വലിയ അനുഗ്രഹമായിരുന്നു. ജീവിതത്തിൻ്റെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാനായിട്ട്, നമ്മുടെ ചിന്തയുടെ അത് ഒരു ക്ലാരിറ്റി വരുത്തുവാനായിട്ട് എല്ലാവർക്കും ഒരു സഹായമായിരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ വിഷയം രക്ഷയുടെ ഭദ്രത, തുടരുന്ന സംശയങ്ങളും ഉത്തരങ്ങളും. വളരെ സവിശേഷമായിരിക്കുന്ന ഒരു വിഷയമാണ് എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഒരു എതിർവാദങ്ങളും ഇല്ലാത്ത ഊട്ടിയുറപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വാദഗതിയല്ല രക്ഷയുടെ ഭദ്രത എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അത് ഭദ്രമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ശക്തമായിരിക്കുന്ന വാദങ്ങളും വാദപ്രതിവാദങ്ങളും നടക്കുന്നതായിരിക്കുന്ന ഒരു മേഖലയാണ് അത് എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. അതിൻ്റെ ആ വാദപ്രതിവാദങ്ങളുടെ ബാഹുല്യവും ശക്തിയും വാക്യങ്ങളുടെ ആധിക്യമൊക്കെ കാരണമായിരിക്കും ഒരുപക്ഷെ കാൽവിനിസ്റ്റ് ചിന്താഗതിയിൽ പോലും ഒരു പുതിയ ചിന്താധാര ഉടലെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ ഒരിക്കൽ വായിക്കേണ്ടായി. എന്ന് വെച്ചാൽ വ്യവസ്ഥാപിതമായിരിക്കുന്ന രക്ഷയുടെ ഭദ്രത എന്നുള്ളതായിരിക്കുന്ന ചിന്ത പോലും ചില ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതൊരു വലിയ ചോദ്യമായിട്ട് ആളുകളുടെ മുമ്പിൽ പലപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒരുപാട് വാക്യങ്ങൾ വിശ്വാസത്യാഗത്തെക്കുറിച്ച്, അവിശ്വാസം ഉള്ളതായിരിക്കുന്ന ദുഷ്ടഹൃദയത്തെക്കുറിച്ചൊക്കെ ഒരു മുന്നറിയിപ്പ് എന്ന പോലെ ദൈവവചനത്തിൽ പറയുമ്പോൾ അതൊരു സാധ്യത ഇല്ലേ എന്നുള്ളതായിരിക്കുന്ന ഒരു സന്ദേഹം ഒട്ടനവധി ആളുകളുടെ ഉള്ളിൽ വരുവാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില ആളുകൾ ചോദിക്കും, രക്ഷ നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പിന്നെ എന്തിനാണ് ജീവിതത്തിൽ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് അനേക വാക്യങ്ങൾ അല്ലെങ്കിൽ അതിന് അനേക പ്രാധാന്യത്തോടെ ഉപദേശങ്ങൾ ദൈവവചനത്തിൽ നൽകിയിരിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന ചില ചോദ്യമുണ്ട്. വിശ്വാസത്തിലൂടെ ലഭിക്കുന്നതായിരിക്കുന്ന രക്ഷ പിന്നെ അവിശ്വാസത്തിലൂടെ നഷ്ടപ്പെടില്ല എന്നുള്ളതായിരിക്കുന്ന മറ്റൊരു ലോജിക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒക്കെ മനസ്സിൽ ഒരു ചോദ്യം അല്പമെങ്കിലും ഉരുത്തിരിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്പമായിട്ടെങ്കിലും നമുക്കൊരു ഒരു ഒരു ആശയത്തിൽ ഒരു ക്ലാരിറ്റി കുറവ് വരുവാനായിട്ടുള്ള വലിയ സാധ്യത ഉണ്ട്, ഒരു ആശയക്കുഴപ്പം വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നാം കാണാതെ പോരുത്. ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ഉത്തരം കിട്ടിയിട്ടും വീണ്ടും വീണ്ടും പഠിക്കണം എന്ന് തോന്നുന്ന, വീണ്ടും ക്ലാരിറ്റി ആയിട്ടില്ല എന്ന് തോന്നുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ ഈ മേഖലയിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ ഈ വിഷയത്തിന്റെ ഒരു പ്രാധാന്യം ഇരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ വിഷയാവതരണവും അതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമുക്കൊന്നുകൂടി വ്യക്തത വരുത്തുന്ന, ഈ വിഷയത്തിൽ നമുക്കൊന്നുകൂടി ഒരു ഉറപ്പ് നൽകുന്ന കാര്യങ്ങളായിട്ട് തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഇന്നത്തെ പഠനത്തിലൂടെ ബൈബിൾ വിവക്ഷിക്കുന്നതായിരിക്കുന്ന വിശ്വാസം എന്താണ്, വിശ്വാസത്യാഗം എന്താണ് എന്നുള്ള മേഖലകളിലൂടെ ഒക്കെ കടന്നുപോകും എന്ന് തന്നെ വിചാരിക്കാം. നമുക്ക് വ്യക്തമായിരിക്കുന്ന ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധയോടെ ഇന്നത്തെ വിഷയാവതരണത്തിനും അതിനുശേഷമുള്ളതായിരിക്കും പ്രാർത്ഥിക്കും ഒരുങ്ങാം. വളരെ സ്നേഹത്തോടെ സുനിൽ സഹോദരനെ വിഷയാവതരണത്തിനായിട്ട് സ്വാഗതം ചെയ്യും. ദൈവവചന പഠനത്തിനായി ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സ്നേഹവന്ദനങ്ങൾ. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുൻപിൽ ദൈവവചനത്തിലെ ഒരു വിഷയം, പ്രത്യേകാൽ വളരെ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഉള്ള ഒരു വിഷയമാണ്. ആ വിഷയവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ വരാനായിട്ട് ദൈവം ഇങ്ങനെയൊരു അവസരം തന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. മിക്കവാറും നാം ഏത് സഭയിലെ അംഗമാണ് എന്നുള്ള നിലയിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് പൊതുവിൽ നമുക്ക് പറയാം. ചില ക്രിസ്തീയ സമൂഹങ്ങളിൽ ഇന്ന സഭക്കാരാണെങ്കിൽ അവർക്ക് രക്ഷയുടെ ഭദ്രതയെ സംബന്ധിച്ചുള്ള ധാരണ ഇതാണ്, ഇന്ന സഭയിലെ അംഗമാണെങ്കിൽ അവർക്ക് ഇതേ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ചിന്താധാര പൊതുവെ എല്ലാ വിഷയത്തെക്കുറിച്ചും ഉണ്ട്. പ്രത്യേകിച്ച് രക്ഷയുടെ ഭദ്രത എന്നുള്ള വിഷയത്തെക്കുറിച്ചും ഉണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ ഇടയിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് ധാരണ എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് രക്ഷയുടെ ഭദ്രത എന്നുള്ള ഒരു വിഷയത്തിന്റെ ഒരു പഠനം എന്നുള്ള നിലയിലല്ല ഞാൻ ഇതിനെ സമീപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് നമ്മൾ രക്ഷാവിജ്ഞാനീയത്തിലും അതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ആദ്യ നാളുകൾ മുതൽ രക്ഷ എന്താണ് എന്ന് നമ്മെ പഠിപ്പിച്ച ആളുകൾ പഠിപ്പിച്ചതിന്റെ കൂടെ തന്നെ പഠിപ്പിച്ച ഒരു വിഷയമാണ് രക്ഷ ഭദ്രമാണെന്നുള്ളത്. പിന്നീട് നമ്മൾ സിസ്റ്റമാറ്റിക് തിയോളജി ഒക്കെ
പല നിലകളിൽ പഠിക്കാനായിട്ട് അവസരം ലഭിച്ച ആളുകളാണ്. അതൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് രക്ഷയുടെ ഭദ്രത എന്നുള്ള വിഷയത്തെ നമുക്ക് കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ, സംശയകരമായിരിക്കുന്ന ചില വാക്യങ്ങൾക്കുള്ള വിശദീകരണങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. എന്നാൽ എത്ര പഠിച്ചാലും ചില വിഷയങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ തീരുന്നില്ല എന്ന് പറയുന്നത് പോലെ ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങളും ദൈവജനത്തിന്റെ ഇടയിൽ ഇപ്പോഴും തീരാതെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് രക്ഷയുടെ ഭദ്രത എന്നുള്ള വിഷയത്തിൽ, രക്ഷ ഭദ്രമാണോ അല്ലയോ എന്നുള്ളതായിരിക്കുന്ന വിഷയത്തിൽ ഒരുപക്ഷെ നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും കഴിയേണ്ടതാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായിരിക്കുന്ന ഉത്തരം തരാനായിട്ട് ദൈവത്തിന്റെ വചനമുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്, വചനം നമ്മെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ കൂട്ടായ ചർച്ചകളിലൂടെ ഒക്കെ നമുക്കത് സാധിക്കും. എന്നാൽ അതിൽ നമുക്ക് ഒരു 100% ഒരു വ്യക്തത വരുത്താനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ രക്ഷയുടെ ഭദ്രത എന്നുള്ള ഈ ഒരു വിഷയം, ഈ ഒരു ആശയം ഒരു ക്രിസ്തു വിശ്വാസിയെ എത്രമാത്രം അവന്റെ പ്രായോഗിക ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ, ഏതെല്ലാം തലങ്ങളിൽ അവനെ സ്വാധീനിക്കുന്നു, അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള സ്വാധീനങ്ങൾ ഉണ്ടല്ലോ. അതുകൊണ്ട് രക്ഷയുടെ ഭദ്രത എന്നുള്ളതായിരിക്കുന്ന ഈ വിഷയം നാം ഇന്ന് ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ രക്ഷയെ നമുക്ക് ശരിക്കും മനസ്സിലാക്കി ആസ്വദിക്കാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ രക്ഷയെ ആസ്വദിക്കുന്നതാണല്ലോ ക്രിസ്തീയ ജീവിതത്തിന്റെ ആസ്വാദനം. അതാണല്ലോ ദൈവത്തെ ആസ്വദിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് ശരിക്കും ആസ്വദിക്കാനായിട്ട് കഴിയണമെന്നുള്ള ഒരു ആഗ്രഹമാണ്, ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നാം എത്ര വിഷയങ്ങൾ പഠിച്ചാലും അതിലെ തർക്കവിതർക്കങ്ങളൊക്കെ നമ്മൾ നടത്തി ചില സംശയകരമായിരിക്കുന്ന വാക്യങ്ങൾക്ക് നാം മറുപടിയൊക്കെ കണ്ടെത്തിയിട്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതം ആസ്വാദ്യകരമാകുന്നില്ലെങ്കിൽ ആ പഠനം വെറുതെയാണ്. ആ പഠനം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പഠനത്തിന്റെ എൻഡ് റിസൾട്ട് എന്താണ്? നമ്മൾ ഏത് വിഷയം പഠിച്ചാലും, അത് എത്ര തർക്കങ്ങളുള്ള വിഷയമാണെങ്കിലും അല്ലെങ്കിലും, നാം പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മെ നയിക്കേണ്ടത് എങ്ങോട്ടാണ്? നമ്മെ എത്തിക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ ക്രിസ്തീയ ജീവിതം ആസ്വദിക്കുന്ന ഒരു തലത്തിലേക്കാണ് എത്തിക്കേണ്ടത്. ഭാഗ്യവശാൽ പലപ്പോഴും അങ്ങനെയല്ല എത്തുന്നത്. നാം പല വിഷയങ്ങളും പഠിക്കുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ചൂടേറിയ ചർച്ചകളും വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ ഈ ഓരോ ചർച്ചകളും നമ്മെ കൂടുതൽ ദൈവത്തെ ആസ്വദിക്കുന്നതിലേക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതം കൂടുതൽ ആസ്വദിക്കുന്നതിലേക്കും നമ്മെ എത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ചർച്ചകളും ഈ പഠനങ്ങളൊക്കെ വെറുതെയാണ്. അതുകൊണ്ട് ഇന്ന് നാം ചിന്തിക്കാനായിട്ടും ചർച്ച ചെയ്യാനായിട്ടും പോകുന്നതായിരിക്കുന്ന ഈ വിഷയം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തും, അല്ലെങ്കിൽ ഇന്ന് ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയാം. എന്താണ് രക്ഷ, എന്താണ് രക്ഷയുടെ ഭദ്രത എന്നൊക്കെയുള്ളതിനെ കുറിച്ച് ഞാൻ അധികം അതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ബൈബിൾ പഠനത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആത്മരക്ഷ എന്നുള്ളത്, അല്ലെ? നാം ഒക്കെ എങ്ങനെ വ്യത്യസ്തരായിട്ട് നിൽക്കുന്നത് തന്നെ ഈ ഒരു വിഷയത്തിന്റെ പേരിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കുറിച്ചൊക്കെ നമുക്ക് വളരെ ബോധ്യമുള്ള ആളുകളാണ്. അതുകൊണ്ട് ആ വിഷയത്തിന്റെ ഒരു വിശദമായിരിക്കുന്ന ഒരു ചർച്ചയോ ഒരു പഠനമോ അല്ല നമുക്ക് ഇന്ന് ആവശ്യമായിട്ടിരിക്കുന്നത്. അതും പ്രസക്തമായിരിക്കുന്ന ചില വാക്യങ്ങളും ചില ആശയങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. എന്താണ് രക്ഷയുടെ ഭദ്രത എന്നുള്ളതായിരിക്കുന്ന ഒരു ചോദ്യത്തോടു കൂടെ തന്നെ നമുക്ക് തുടങ്ങാം. രക്ഷ ഭദ്രമാണ്, രക്ഷ ഭദ്രമല്ല എന്നുള്ളതായിരിക്കുന്ന രണ്ട് ആശയങ്ങള് ക്രിസ്തീയ കോളത്തിൽ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഈ രണ്ട് വിഭാഗങ്ങൾ അറിയപ്പെടുന്നത് കാൽവിനിസം വിശ്വസിക്കുന്ന ആളുകളും അർമേനിയനിസം വിശ്വസിക്കുന്ന ആളുകളും എന്നുള്ള നിലയിലാണ് ഈ ആശയത്തെ പൊതുവെ വേദശാസ്ത്ര ലോകത്ത് കണക്കാക്കിയിരിക്കുന്നത്. കാൽവിനിസ്റ്റുകൾ ഇതാണ് വിശ്വസിക്കുന്നത്, അർമേനിയസം വിശ്വസിക്കുന്ന ആളുകൾ ഇതാണ് വിശ്വസിക്കുന്നത് എന്ന്. ഇനിയിപ്പോ ആ പേര് ഇനി പരിചയമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ചിലപ്പോൾ കാൽവിനിസം എന്താന്നുള്ളത് പഠിച്ചിട്ടുള്ള ആളുകൾ ആകണമെന്ന് നിർബന്ധമില്ല. ജോൺ കാൽവിന്റെ പേര് തന്നെ കേട്ടിട്ടില്ലാത്ത ആളുകളും ചിലപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ ഉണ്ടാകാം, അതിൽ അതിശയമൊന്നുമില്ല. അതുപോലെ അർമേനിയനിസം എന്താണെന്നുള്ളത് പഠിച്ചിട്ടില്ലാത്ത ആളുകളും ചിലപ്പോൾ ഉണ്ടാകാം. എന്നാലും പൊതുവെ രക്ഷാശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് ജോൺ കാൽവിനെ കുറിച്ചും അർമേനിയനിസത്തിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാതെ, ചർച്ച ചെയ്യാതെ
അവരെന്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളത് കേൾക്കാതെയും പരാമർശിക്കാതെയും നമുക്ക് ഈ വിഷയത്തെ നമുക്ക് ശരിയായ വിധത്തിൽ ചിന്തനം ചെയ്യുവാൻ, ചർച്ച ചെയ്യുവാനായിട്ട് കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് പൊതുവെ പറഞ്ഞാൽ കാൽവിനിസം, അർമേനിയനിസം എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രക്ഷയുടെ ഭദ്രത എന്നുള്ള വിഷയത്തെ തന്നെ ആളുകൾ സമീപിക്കുന്നത്. കാൽവിനിസത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, രക്ഷയെക്കുറിച്ചുള്ള അവരുടെ രക്ഷാശാസ്ത്രം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അത് തിരിച്ചും ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ഈ ആശയങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു പൊതുധാരണയുണ്ട്. ചില ക്രിസ്തീയ സമൂഹങ്ങളിൽ പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ട് ചില ക്രിസ്തീയ സമൂഹങ്ങൾ ഇങ്ങനെയാണെന്ന് അങ്ങ് ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇന്നിപ്പോ അങ്ങനെ പറയാനായിട്ട് കഴിയില്ല. ഒരു കാലഘട്ടത്തിൽ കാൽവിനിസം വിശ്വസിച്ചിരുന്ന ഒരുപക്ഷെ ആശയങ്ങളിൽ നമ്മെ പോലെയൊക്കെ ചിന്തിക്കുന്നവരും നമ്മോടൊപ്പമൊക്കെ നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ അവരോടൊപ്പം നാം നിൽക്കുകയോ നമ്മോടൊപ്പം അവർ നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കുന്ന ഒരു നിലപാടുകളൊക്കെ ഉണ്ടായിരുന്ന ചില സമൂഹങ്ങൾ പോലും കാൽവിനിസത്തെ എന്ന് വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. കാൽവിനിസം തന്നെ അവസാനം വന്ന് പോയിന്റുകൾ ഇല്ലാത്ത കാൽവിനിസം വരെ വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 5 പോയിന്റ് കാൽവിനിസത്തിൽ തുടങ്ങിയിട്ട് ഈ പോയിന്റുകളുടെ എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇന്നലത്തെ പോയിന്റ് ആയിരിക്കില്ല ചിലപ്പോൾ ഇന്ന് ചിലരുടെ പോയിന്റ്. കുറച്ചു നാൾ മുമ്പ് ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹം 5 പോയിന്റ് ആന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പോയിന്റ് ഒന്ന് പോയെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ 4 പോയിന്റ് ആന്ന് പറഞ്ഞു. അത് ചിലര് പറയുന്നത് ഈ പോയിന്റ് അര പോയിന്റ് വരെ പറയുന്ന ആളുകൾ ഉണ്ടെന്നാ പറയുന്നത്. ഞാൻ 4.5 പോയിന്റുകാരനാണ് എന്ന് വരെ പറയുന്ന ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ കാൽവിനിസത്തിൽ തന്നെ പല വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാൽവിനിസം വിശ്വസിക്കുന്ന ആളുകളുടെ ചിന്താഗതികളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. അപ്പൊ അതുകൊണ്ട് ഇന്ന സഭക്കാരെല്ലാം രക്ഷയുടെ ഭദ്രതയെ വിശ്വസിക്കുന്നവരാണ്, ഇന്ന സഭക്കാരെല്ലാം രക്ഷയുടെ ഭദ്രത വിശ്വസിക്കാത്തവരാണ് എന്ന് നമുക്ക് പൊതുവെ പറയാനായിട്ട് ഇന്ന് ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. നമ്മുടെ ഇടയിൽ പോലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഈ ചർച്ചയും ഈ പഠനവും കൂടുതൽ വെളിച്ചം നൽകട്ടെ. അപ്പൊ രക്ഷയുടെ ഭദ്രത എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ പാപക്ഷമയ്ക്കായി, ആത്മരക്ഷയ്ക്കായി യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിൽ വിശ്വസിക്കുന്ന, ആശ്രയിക്കുന്ന ഒരാള്, അവന്റെ പാപങ്ങൾ ദൈവം അവനോട് നിത്യമായി ക്ഷമിച്ച് നിത്യമായി അവന്റെ രക്ഷ അവന്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, അവൻ ഇന്ന് ചെയ്യുന്നതായിരിക്കുന്ന അവന്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ നിവർത്തിച്ച യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രക്ഷയ്ക്കായ ക്രിസ്തുവിൽ ആശ്രയിച്ച ഒരാളുടെ രക്ഷ നിത്യമായി ഭദ്രമാണ്. അവൻ എങ്ങനെ ജീവിച്ചാലും അവൻ രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ അവന്റെ രക്ഷ ഭദ്രമാണ്. അവൻ നിശ്ചയമായിട്ടും 100% അവൻ സ്വർഗത്തിൽ ഉണ്ടായിരിക്കും. അതാണല്ലോ രക്ഷയുടെ ഭദ്രത കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാമോ എന്ന് ചോദിക്കുന്ന ആളുകളും ധാരാളമുണ്ട്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? എങ്ങനെ ജീവിച്ചാലും ഒരാൾ സ്വർഗത്തിൽ പോകും. ഞാൻ എങ്ങനെ ജീവിച്ചാലും എന്നുള്ള വാക്ക് ഞാൻ ഉദ്ദേശിച്ചത്, ജീവിതത്തിൽ ചില വീഴ്ചകൾ വന്നാലും ചില പാപങ്ങൾ സംഭവിച്ചാലും അവന്റെ രക്ഷയെ അത് ബാധിക്കുന്നില്ല. ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബാധിക്കും. ഞാൻ അതിനെക്കുറിച്ച് നമ്മുടെ സമയത്തിന്റെ ലഭ്യത പോലെ മുൻപോട്ട് ഞാൻ ആ വിഷയങ്ങൾ പരാമർശിക്കുന്നതായിരിക്കും. എപ്രകാരമാണ് നമ്മുടെ രക്ഷയെ നമ്മുടെ പാപം ബാധിക്കുന്നത്? അത് ബാധിക്കുമോ? പാപം ചെയ്തുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ കോട്ടം സംഭവിക്കുമോ? അപ്പോ രക്ഷയുടെ ഭദ്രത എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ആശയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണല്ലോ. എന്നാൽ അങ്ങനെ വിശ്വസിക്കാനായിട്ട് താല്പര്യമില്ലാത്ത ധാരാളം ആളുകളുണ്ട്. അങ്ങനെ പറയാനായിട്ട് സാധിക്കും? ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട്, ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ചു, ആശ്രയിച്ചു എന്നുള്ളത് കൊണ്ട് ഇനി എങ്ങനെ ജീവിച്ചാലും, പാപം ചെയ്താലും, ഇനി അവൻ വിശ്വാസത്യാഗത്തിൽ അകപ്പെട്ടാലും അവൻ സ്വർഗത്തിൽ കാണുമെന്ന് എങ്ങനെ പറയാൻ പറ്റും? അതങ്ങോട്ട് നമ്മുടെ ലോജിക്ക് കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് യുക്തി ഭദ്രമായിട്ട് അത് വിശ്വസിക്കാനായിട്ട് പറയാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ധാരാളം ആളുകൾ ചോദിക്കും. ഒരാളെ രക്ഷയ്ക്കായി ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ തന്നെ അവന്റെ നിത്യത ഭദ്രമാണ്. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ ഒരാൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണോ ഒരാളുടെ രക്ഷ ഭദ്രമാകുന്നത്? ഒരിക്കലുമല്ല. ഒരാള് ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ അവൻ രക്ഷ ഭദ്രമായി. ഇനി അവൻ അതിന്റെ തിയോളജി മുഴുവൻ പഠിച്ചെങ്കിലേ അവന്റെ രക്ഷയുടെ ഭദ്രത എന്നുള്ള വിഷയത്തിന്റെ എല്ലാ വശങ്ങളും അവൻ മനസ്സിലാക്കി കഴിയുമ്പോഴേ അവന്റെ രക്ഷ ഭദ്രമാവുകയുള്ളൂ എന്ന് നമ്മൾ ആരും പറയില്ല. ഒരാള് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ നിമിഷം തന്നെ അവന്റെ രക്ഷ ഭദ്രമായി.
ഇനി അവൻ അതിന്റെ വിശദാംശങ്ങളും അതിന്റെ ആഴങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ അവനതിനെ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ ആസ്വാദനത്തിലാണ് ഏറ്റക്കുറച്ചിലുകൾ ഇനി വരാനായിട്ട് പോകുന്നത്. രക്ഷയുടെ ഭദ്രത എന്നുള്ള ഒരു വിഷയത്തിൽ ഒരാൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവന്റെ രക്ഷ ഭദ്രമായിരിക്കും. ഇനി മറിച്ചു വാദിക്കുന്നവരാണെങ്കിൽ, ഭദ്രമല്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ, അവൻ ആ രക്ഷയുടെ ഭദ്രത എന്നുള്ള ഒരു വിഷയത്തെ അവൻ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും, അതിൽ അവൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, അത് അതിന്റെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ പറയുന്നത്, അത് യാഥാർത്ഥ്യമായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ളതും നാം ചോദിച്ചിട്ടുള്ളതുമായിരിക്കുന്ന ഒരു ചോദ്യമാണല്ലോ, ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ട ഒരാളാണോ? ഞാൻ ഇന്ന് മരിച്ചാൽ കർത്താവിന്റെ അടുത്ത് പോകുമോ, എത്തുമോ, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമോ എന്നുള്ള ചോദ്യം ചോദിക്കാത്ത ആളുകൾ എന്നെ കേൾക്കുന്നവരുടെ ഇടയിലും വളരെ കുറവായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ ധാരാളം ആളുകളിൽ നിന്ന്, നമ്മുടെ ഇടയിലുള്ള ആളുകളിൽ നിന്ന് വരെ കേട്ടിട്ടുണ്ട്, ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ രക്ഷിക്കപ്പെട്ട എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ നമ്മുടെ ഈ വിഷയത്തെ മനസ്സിലാക്കുന്നതിലുള്ള നമ്മുടെ ഏറ്റക്കുറച്ചിലുകളാണ്. അത് നാം മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും നാം ശരിക്കും യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷ ഭദ്രമായി കഴിഞ്ഞു. ഈ വിഷയം മറ്റനേക വേദശാസ്ത്ര വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇരിക്കുന്നത്. രക്ഷയുടെ ഭദ്രത എന്നുള്ളതായിരിക്കുന്ന ഈ വിഷയം തിയോളജി പ്രോപ്പറുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. കാരണം ദൈവം ആരാണെന്നുള്ളത് ശരിക്കും ഒരാൾ മനസ്സിലാക്കിയെങ്കിലേ രക്ഷ എന്താണെന്നുള്ളത് ഒരാൾക്ക് ശരിക്കും മനസ്സിലാക്കി അത് ആസ്വദിക്കാനായിട്ട് കഴിയുള്ളൂ. ക്രിസ്റ്റോളജിയുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ക്രിസ്റ്റോളജിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ക്രിസ്തുവിന്റെ പാപപരിഹാര ബലി, അതിന്റെ വ്യാപ്തി, അതിന്റെ അർത്ഥം അതെന്താന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ രക്ഷയുടെ ഭദ്രത ശരിക്കും മനസ്സിലാക്കി ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ രക്ഷാശാസ്ത്രവുമായിട്ടുള്ള ഇതിന്റെ ബന്ധം, പരിശുദ്ധാത്മജ്ഞാനിയുമായിട്ടുള്ള ഇതിന്റെ ബന്ധം, ഭാവികാല ശാസ്ത്രവുമായിട്ടുള്ള ഇതിന്റെ ബന്ധം, നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതവുമായിട്ടുള്ള ഇതിന്റെ ബന്ധം, ശിഷ്യത്വ ജീവിതവുമായിട്ടുള്ള ബന്ധം, വിശുദ്ധ ജീവിതവുമായിട്ടുള്ള ബന്ധം, പാപത്തോടുള്ള നമ്മുടെ ബന്ധം അല്ലെ. അപ്പൊ ഈ വിഷയം മറ്റനേക വിഷയങ്ങളുമായിട്ട് വേർതിരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ ഈ ഓരോ വിഷയങ്ങളെ കുറിച്ചും നമുക്കുള്ള അറിവിന്റെ അടിസ്ഥാനത്തില് ഈ രക്ഷയുടെ ഭദ്രത എന്നുള്ള വിഷയം നമുക്ക് ശരിക്കും ആസ്വദിക്കാനായിട്ട് സാധിക്കും. വിശ്വാസികളുടെ പ്രായോഗിക വിശുദ്ധ ജീവിതത്തിന്റെ സഹായത്തിനായി ഈ അഷുറൻസ് ഓഫ് സാൽവേഷൻ നിഷേധിക്കുന്ന ആളുകളാണ് നല്ലൊരു പങ്കാളികൾ. അതായത് നമ്മുടെ പ്രായോഗിക ജീവിതം, പ്രായോഗിക ക്രിസ്തീയ ജീവിതം, വിശുദ്ധ ജീവിതം, അത് ശരിക്കും സാധിക്കണമെങ്കിൽ ഈ രക്ഷയുടെ ഭദ്രത എന്നുള്ള വിഷയത്തിന് അധികം ഊന്നൽ കൊടുക്കരുത് എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർ പറയുന്നത് ഒരാളുടെ രക്ഷ ഭദ്രമാണ്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഇനി എങ്ങനെയൊക്കെ ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല, അവൻ സ്വർഗത്തിൽ ഉണ്ടാകും, അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്, അവന്റെ പാപങ്ങളെ കർത്താവ് അവനോട് ക്ഷമിച്ചു, അവനെ ദൈവ പൈതലാക്കി തീർത്തു, ദൈവം അവന് നിത്യരക്ഷ കൊടുത്തു, അതുകൊണ്ട് ഇനി അവൻ സ്വർഗത്തിലുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതം ഗൗരവമായിട്ട് ജീവിക്കാൻ ചിലപ്പോൾ അവന് സാധിച്ചെന്ന് വരില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക്, ഞാൻ എന്തായാലും സ്വർഗത്തിൽ കാണുമല്ലോ, എന്റെ പാപങ്ങളെല്ലാം ദൈവനോട് ക്ഷമിച്ചു, അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു ചിന്താഗതി ആളുകൾക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ രക്ഷയുടെ ഭദ്രത എന്നുള്ള വിഷയത്തെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ പഠിപ്പിച്ചാൽ ശരിയാവുകയില്ല. അതിനെ നമ്മൾ ആളുകളുടെ ഉള്ളിൽ ഒരു ഭയം ജനിപ്പിക്കുന്ന വിധത്തിൽ സൂക്ഷിച്ചില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതായിരിക്കുന്ന ഒരു ഭയം ആളുകളുടെ ഉള്ളിൽ ഉണ്ടായെങ്കിലേ ഒരാൾ ശരിക്കും വിശുദ്ധ ജീവിതം നയിക്കുകയുള്ളൂ എന്നുള്ളതാണല്ലോ അവരുടെ ഒരു വാദഗതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പെന്റക്കോസ്റ്റൽ സമൂഹങ്ങളിലുള്ള ആളുകൾ, ഈ ന്യൂജൻ ചേർച്ചസ്, ഇവരുടെയൊക്കെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് രക്ഷ നാം വിശ്വസിക്കുന്നത് പോലെ, നാം പറയുന്നത് പോലെ അത് ഭദ്രമല്ല. അവിടെ നമ്മുടെ പ്രവൃത്തികൾക്കാണ് ഒരു പങ്കുള്ളത്. നമ്മുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഭദ്രമാണോ അല്ലയോ എന്ന് നിശ്ചയിക്കപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ പഠിപ്പിക്കുന്ന, വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന് ഗൗരവം വരണം, അല്ലെങ്കിൽ ഭയം വരണം. അതുകൊണ്ട് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരിക്കുന്ന ആത്മരക്ഷ എന്നുള്ളതായിരിക്കുന്ന ഈ വിഷയത്തെ നമ്മൾ സഹായകരമായ വിധത്തിൽ നാം അതിനെ ചിന്തിക്കുകയോ പഠിപ്പിക്കുകയോ
ചെയ്താൽ മതി എന്ന് പറയുന്നത് ദൈവവചനത്തോടും ദൈവിക സത്യങ്ങളോടും നാം കാണിക്കുന്ന അങ്ങേയറ്റത്തെ ഒരു തെറ്റാണിത്. അതുകൊണ്ട് നമുക്കത് ഒരിക്കലും അത് സാധിക്കില്ല. എന്തുകൊണ്ടാണ് ആളുകൾ ഈ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുന്നത്? അല്ലെങ്കിൽ രക്ഷയുടെ ഭദ്രതയെക്കുറിച്ചുള്ള ഒരു അഷുറൻസ് അല്ലെങ്കിൽ ഒരു ധൈര്യം ആളുകൾക്ക് ഇല്ലാതെ പോകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ പറയാം. ചിലപ്പോൾ നാം രക്ഷിക്കപ്പെട്ട ആ സമയവും രക്ഷിക്കപ്പെട്ട ദിവസവും ഒന്നും നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ഭയം കാണും, നമുക്കൊരു ആശങ്ക കാണും. ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടോ? കാരണം പല ആളുകളുടെയും സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ ഇത്രാം ആണ്ട്, ഇത്രാം മാസം, ഇത്രാം ദിവസം കൃത്യം പകൽ 12:31 ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ ചില ആളുകൾ സാക്ഷ്യം പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റിയാൽ അവർ പറയട്ടെ, അവർക്ക് ആ ബോധ്യം ഉള്ളതുകൊണ്ടാണല്ലോ അവരത് പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഈ ദിവസം പോലും ഓർമ്മയില്ലാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടത് എന്നാന്നുള്ള വർഷം പോലും ഓർമ്മയില്ലാത്ത ഒരാളാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അവൻ എന്ത് തോന്നും? എടാ, അവർക്ക് കൃത്യം ആ മിനിറ്റും സെക്കൻഡ് വരെ അവർക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടോ? അങ്ങനെ ഒരു ഭയം ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് രക്ഷയെക്കുറിച്ചുള്ള അവരുടെ അറിവില്ലായ്മ കൊണ്ടല്ല, അല്ലെങ്കിൽ രക്ഷാജ്ഞാനീയത്തെ കുറിച്ചുള്ള ഈ അറിവില്ലായ്മ കൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. പിന്നെ രക്ഷിക്കപ്പെട്ട രീതിയിൽ ചിലപ്പോ ആളുകൾക്ക് സംശയം തോന്നാം. രക്ഷിക്കപ്പെട്ട രീതി എന്ന് പറഞ്ഞാൽ, ചിലവരെ രക്ഷിക്കപ്പെട്ടപ്പോൾ ആരും സാക്ഷികളായിട്ട് അതിനില്ല. അവർ ഒറ്റയ്ക്ക് ഇരുന്ന സമയത്തായിരിക്കും, ഒറ്റയ്ക്ക് അവരുടെ മുറിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന സമയത്താണ് അവർ ഈ രക്ഷയുടെ ആ ഒരു അനുഭവത്തിലേക്ക് വന്നത്. എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ല. അവരൊരു കൺവെൻഷനിൽ അങ്ങനെ സുവിശേഷ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പ്രസംഗകൻ അങ്ങനെ എല്ലാവരെയും ആഹ്വാനം ചെയ്തപ്പോൾ എഴുന്നേറ്റ് നിന്നു, അല്ലെങ്കിൽ കൈ ഉയർത്തി പരസ്യമായിട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിച്ചു. അപ്പൊ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പാണല്ലോ, കാരണം തെളിവുകൾ ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ ചില ആളുകൾ ചിന്തിക്കും, ഞാൻ അങ്ങനെ ഒറ്റയ്ക്കിരുന്നാണല്ലോ ചെയ്തത്, എനിക്ക് ആരും പറഞ്ഞു തന്നില്ലല്ലോ. ഇപ്പൊ റോമാലേഖനത്തിലെ വാക്യം നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്താൽ രക്ഷിക്കപ്പെടും എന്ന് നമ്മൾ സുവിശേഷം പറയുന്ന കൂട്ടത്തിൽ പറയാറുണ്ട്. അപ്പൊ ചിലപ്പോൾ ആ വാക്യമൊന്നും പറയാതെയാണ് ഒരാൾ രക്ഷിക്കപ്പെട്ടതെങ്കിൽ ആ വാക്യം അതേപടി പറയണ്ട, പക്ഷെ ആ വാക്യത്തിലുള്ള ആശയം മനസ്സിലാക്കുന്ന ഒരാൾക്ക് രക്ഷിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ വാക്യം അങ്ങനെ നാം ഏറ്റു പറയാതെയാണ് രക്ഷിക്കപ്പെട്ടതെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു സംശയം തോന്നും, എടാ, ഞാൻ രക്ഷിക്കപ്പെട്ടത് രീതി ശരിയായോ? അങ്ങനെയുള്ളതായിരിക്കുന്ന ചില സംശയങ്ങൾ ആളുകൾക്ക് തോന്നാം. അതുപോലെ ഇന്നും ചില പാപങ്ങളുടെ മേൽ വിജയം കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ ഒരു സംശയം തോന്നാം, ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ട ഒരാൾ തന്നെയാണോ? ഞാൻ രക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണോ എനിക്ക് ഈ പാപങ്ങളുടെ മേൽ വിജയം കിട്ടാത്തതെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകാം. പിന്നെ ഈ വിഷയത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് ചിലവർക്ക് അവരുടെ അഷുറൻസ് ഓഫ് സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷയുടെ ഭദ്രതയെക്കുറിച്ചുള്ള സംശയം ഉണ്ടാകാം. അതുപോലെ തന്നെ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുക, അതായത് യേശുവിന്റെ കർത്തൃത്വത്തിന്റെ മുൻപിൽ ജീവിതം അടിയറവ് വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടോ എന്നുള്ള ഒരു സംശയം. ഈ ജോൺ മക്കാദറിനെ കുറിച്ച് നമ്മൾ സാധാരണ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യം അതാണല്ലോ. അദ്ദേഹം ഈ ലോർഡ്ഷിപ്പ് സാൽവേഷൻ എന്നുള്ള കാര്യത്തിന് ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൊക്കെ അത് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. അപ്പൊ ഒരാൾ ശരിക്കും രക്ഷിക്കപ്പെടുമ്പോൾ അവൻ കർത്താവിന്റെ യേശുവിന്റെ കർത്തൃത്വത്തെ അവൻ അംഗീകരിക്കുകയാണ്. അംഗീകരിക്കാതെ ഒരാൾക്ക് അദ്ദേഹം അത് വളരെ അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന രീതിയിൽ അദ്ദേഹം അത് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന്റെ വാദഗതിക്ക് എതിർവാദഗതി പറയുന്ന ആളുകൾ പറയും. അതൊരിക്കലും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. ഒരാള് രക്ഷിക്കപ്പെടുന്നത് അവൻ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ സമ്പൂർണമായിട്ടും അംഗീകരിക്കുമ്പോഴാണെന്ന് പറഞ്ഞാൽ എത്ര പേർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ള മറുചോദ്യം ചോദിക്കുന്നവരുണ്ട്. ഇനി എല്ലായ്പ്പോഴും യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? അപ്പോൾ രക്ഷ നഷ്ടപ്പെട്ടു പോകുമോ? അപ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് തങ്ങളെ തന്നെ സമ്പൂർണമായിട്ടും വിധേയപ്പെടുത്തിയില്ല എങ്കിൽ എന്റെ രക്ഷ ശരിയാണോ എന്നുള്ളതായിരിക്കുന്ന സംശയം ചില ആളുകളുടെ ഉള്ളിൽ ഉണ്ടാകാം. എന്നാൽ നമുക്കറിയാം, നമ്മുടെ രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നാം ശരിക്കും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ രക്ഷയുടെ ഭദ്രത അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ തന്നെയാണ്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു നിത്യജീവനെ കുറിച്ചുള്ള ദൈവവചനത്തിലെ വാക്യങ്ങൾ നമുക്കറിയാം. ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്, വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിത്യജീവൻ ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പാപക്ഷമ ലഭിച്ചു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധിയിൽ നിന്ന് വിടുതൽ കിട്ടിയെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ചതിലൂടെ നീതീകരണം ലഭിച്ചു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു.
രക്ഷ ലഭിച്ചിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നാം ദൈവമക്കളായി തീർന്നിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പൊ ദൈവവചനം പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ രക്ഷയുടെ ഭദ്രതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം അത് വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷന്റെ വേലയെ ശരിക്കും നാം മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് രക്ഷയുടെ ഭദ്രത എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തുവിന്റെ രക്ഷന്റെ വേലയുടെ വ്യാപ്തി എന്താണ് രക്ഷന്റെ വേലയിൽ യേശുക്രിസ്തു ചെയ്തത് എന്താണ്, അതിൽ ത്രിയേക ദൈവത്തിന്റെ പങ്കെന്താണ്, ത്രിയേക ദൈവം നമ്മെ രക്ഷിക്കാനായിട്ട് എന്താണ് പിതാവ് എന്ത് ചെയ്തു, പിതാവ് എപ്പോഴാണ് അത് ചെയ്തത്, പുത്രൻ എന്ത് ചെയ്തു, പുത്രൻ അത് എന്നാണ് ചെയ്തത്, എപ്പോഴാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു. അപ്പൊ ഈ പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ ഈ മനുഷ്യരക്ഷയിലുള്ളതായിരിക്കുന്ന പങ്ക് എന്താന്നുള്ളത് ശരിക്കും നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്ഷയുടെ ഭദ്രത എന്നുള്ളതായിരിക്കുന്ന വിഷയം നമുക്ക് ശരിക്കും ആസ്വദിക്കാനായിട്ട് സാധിക്കും. എന്നാൽ രക്ഷയുടെ ഭദ്രതയെ സംബന്ധിച്ച് ഉള്ള വാദപ്രതിവാദങ്ങൾ ധാരാളമുള്ള വാക്യങ്ങളുണ്ട്. ഈ വാക്യങ്ങളുടെ വിശദാംശങ്ങളിൽ, ഇതിന്റെ വിശദീകരണങ്ങളിലാണ് ഈ രണ്ട് വാദഗതിക്കാരും ഇങ്ങനെ മൽപ്പിടുത്തം പിടിക്കുന്നത്. ചില വാക്യങ്ങൾ നമുക്ക് പരാമർശിക്കാതെയും ചർച്ച ചെയ്യാതെയും നമുക്ക് ഈ വിഷയം എന്തായാലും പഠിക്കാനായിട്ട് കഴിയില്ലല്ലോ. ഈ പ്രോബ്ലമാറ്റിക് പാസേജസ് നാം എങ്ങനെയാണ് കാണേണ്ടത്? അതായത് രക്ഷയുടെ ഭദ്രതയെ സംബന്ധിച്ച സംശയം തോന്നുമാറുള്ള ചില വാക്യങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇബ്രായ ലേഖനം 6-ാം അധ്യായം, ഇബ്രായ ലേഖനം 10-ാം അധ്യായം, ഈ രണ്ട് അധ്യായങ്ങളിലെ വാക്യങ്ങളാണ് അതില് വലിയ കീറാമുട്ടി എന്ന നിലയിൽ ആളുകള് പരിഗണിച്ച് കണക്കാക്കുന്ന വാക്യങ്ങൾ. അപ്പൊ ഈ വാക്യങ്ങളെയൊക്കെ നാം എങ്ങനെയാണ് സമീപിക്കേണ്ടത്? അപ്പൊ ഈ വാക്യങ്ങളെ എല്ലാം കൂടെ ചേർത്ത് നാം അതിനെ ശരിക്കും വിശകലനം ചെയ്താൽ 3 ഗണത്തിൽ നമുക്ക് ഈ വാക്യങ്ങളെ പെടുത്താനായിട്ട് സാധിക്കും. ഒന്നാമത്, വിശ്വാസികളുടെ ന്യായവിധിയുമായി ബന്ധപ്പെടുത്തിയാണ് പല വാക്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. വിശ്വാസികളുടെ ന്യായവിധിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ പ്രോബ്ലമാറ്റിക് പാസേജിലെ പല വാക്യങ്ങളും നമ്മൾ പരിഗണിക്കേണ്ടത്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. അവനവന് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും, അല്ലെങ്കിൽ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടണം. അപ്പൊ എല്ലാവർക്കും ഒരു ന്യായാസനമുണ്ട്, ക്രിസ്തുവിന്റെ ന്യായാസനമുണ്ട്. അപ്പൊ ഈ ക്രിസ്തുവിന്റെ ന്യായാസനവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട, എടുക്കേണ്ട വാക്യങ്ങളുണ്ട്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങള്, 9-ാം അധ്യായത്തിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളിലൊക്കെ നമുക്ക് ചില സംശയം തോന്നും. എന്നാൽ ഈ വാക്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ്? അവിടെ വിശ്വാസികൾക്ക് വരുന്ന നഷ്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ നഷ്ടം എന്ന് പറയുന്നത് ആത്മരക്ഷയല്ല നഷ്ടപ്പെടുന്നത്, വിശ്വാസികളുടെ ആത്മാവിന്റെ രക്ഷ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന വാക്യങ്ങളല്ല ഇവയൊന്നും. ഇവ വിശ്വാസികൾക്കുള്ള ചില നഷ്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ നഷ്ടങ്ങൾ എന്തായിരിക്കാം? ഇപ്പൊ 2 കൊരിന്ത്യർ 5-10 അനുസരിച്ച് നല്ലതാകിൽ പ്രാപിക്കും, തീയതാണെങ്കിൽ പ്രാപിക്കില്ല എന്നാണല്ലോ നമ്മൾ കരുതേണ്ടേ. തീയത് ചെയ്യുന്നവൻ എന്താണ് പ്രാപിക്കാനുള്ളത്? നല്ലതാണെങ്കിൽ അവൻ പ്രാപിക്കും, നല്ലതാണെങ്കിലും തീയതാണെങ്കിലും പ്രാപിക്കും എന്നാ പറയുന്നത്. അപ്പോ ഈ പല വാക്യങ്ങളും വിശ്വാസികളുടെ ന്യായവിധിയെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളായിട്ട് നമുക്ക് എടുത്തേ പറ്റൂ. അതുപോലെ രണ്ടാമത്തെ ഒരു ഗണത്തിലുള്ള വാക്യങ്ങളാണ് ദൈവത്തിന്റെ ശിക്ഷണത്തെ കുറിച്ച് പറയുന്ന വാക്യങ്ങളുണ്ട്. ദൈവത്തിന്റെ ശിക്ഷണം, അതായത് ദൈവം തന്റെ മക്കളെ അവരെ ശിക്ഷിക്കുന്ന, അല്ലെങ്കിൽ ബാലശിക്ഷകളിലൂടെ അവരെ പരിശോധിക്കുന്ന, പഠിപ്പിക്കുന്ന, തിരുത്തുന്ന, മെച്ചപ്പെടുത്താനായിട്ട് ദൈവം ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തികൾ. അങ്ങനെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളെ നാം ആ ഒരു ഗണത്തിൽ പരിഗണിച്ചെങ്കിലേ നമ്മുടെ ഈ പ്രശ്നത്തിന് പരിഹാരം വരികയുള്ളൂ. ഉദാഹരണത്തിന് ഇബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെയും 10-ാം അധ്യായത്തിന്റെ 23 മുതൽ തുടങ്ങുന്നതായിരിക്കുന്ന ആ വാക്യങ്ങളെയും നമ്മൾ എവിടെയാണ് പെടുത്തേണ്ടത്? അപ്പോ ഈ വാക്യങ്ങളെ നാം പെടുത്തേണ്ടത് എവിടെയാണ്? ദൈവത്തിന്റെ വിശ്വാസികളെ ശിക്ഷണത്തിലൂടെ ദൈവം കടത്തിവിടുന്ന ദൈവത്തിന്റെ ഒരു രക്ഷയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രവൃത്തിയുണ്ട്. വിശ്വാസികളെ തികഞ്ഞവരാക്കി തീർക്കുന്ന ഒരു പ്രവൃത്തിയുണ്ടല്ലോ. ആ പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഈ വാക്യങ്ങളെയൊക്കെ നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ അത് രക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തി അല്ല വാക്യങ്ങൾ എടുക്കേണ്ടത്.
രക്ഷ നഷ്ടപ്പെടും എന്ന് പറയുന്ന വാക്യങ്ങളായിട്ടല്ല നമ്മൾ അതിനെ എടുക്കേണ്ടത്. മൂന്നാമതായിട്ട്, നാം ദൈവമക്കൾ എന്ന നിലയിലുള്ള നമ്മുടെ പ്രകൃതത്തെ കുറിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. നാം ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്കൊരു പ്രകൃതമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രകൃതം ഇങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടി ഇപ്പൊ എഫേസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ അവിടെ ചില വാക്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് എന്താ തോന്നുന്നത്? ഇവര് ദൈവരാജ്യം അവകാശമാക്കുന്ന ആളുകളല്ല എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ എന്തിനാണ് വിശ്വാസികളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്? അപ്പൊ അതെന്തെന്ന് ചോദിച്ചാൽ, ദൈവരാജ്യം അവകാശമാക്കില്ലാത്ത ആളുകളുടെ പ്രകൃതമല്ല ആരുടെ പ്രകൃതം? ദൈവരാജ്യം അവകാശമാക്കുന്ന നമ്മുടെ പ്രകൃതം എന്ന് വായനക്കാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് എഴുത്തുകാരന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നാം ദൈവമക്കൾ എന്ന നിലയിലുള്ള നമ്മുടെ പ്രകൃതത്തെ കുറിക്കുന്ന വാക്യങ്ങളായിട്ട് ചില വാക്യങ്ങളെ നമുക്ക് എടുക്കണം. അപ്പൊ ഇങ്ങനെ ഈ 3 ഗണത്തിൽ നാം ഈ സംശയാസ്പദമായിട്ട് നമുക്ക് തോന്നുന്ന വാക്യങ്ങളെ നാം ചിന്തിച്ചാൽ നമുക്ക് ഈ രക്ഷയുടെ ഭദ്രത എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ കൺഫ്യൂഷൻ കുറച്ചൊക്കെ നമുക്ക് അകറ്റാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് രക്ഷ നഷ്ടപ്പെടില്ല എന്ന് നമ്മൾ പറയുന്നത്? ഞാൻ വേഗത്തിൽ 1-2 കാര്യങ്ങള് പറഞ്ഞങ്ങ് മുമ്പോട്ട് പോകാം. എന്തുകൊണ്ട് രക്ഷ നഷ്ടപ്പെടില്ല എന്ന് നാം പറയുന്നു, എന്തുകൊണ്ട് രക്ഷ നഷ്ടപ്പെടുമെന്ന് മറുകൂട്ടർ വാദിക്കുന്നു. ഇത് രണ്ടും പ്രധാനപ്പെട്ട 2 വാദഗതികളാണല്ലോ. അപ്പൊ എന്തുകൊണ്ട് രക്ഷ നഷ്ടപ്പെടില്ല എന്ന് ചോദിച്ചാൽ, 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം അനുസരിച്ച് നാം പുതിയ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ പുതിയൊരു സൃഷ്ടിയാണ്. അപ്പൊ ദൈവം പുതുതായിട്ട് സൃഷ്ടിച്ച ഈ സൃഷ്ടി അത് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ, അത് നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ, അത് സൃഷ്ടിച്ച ദൈവത്തിന്റെ പിടിപ്പുകേട്, സൃഷ്ടിച്ച ദൈവത്തിനെതിരെയുള്ളതായിരിക്കുന്ന ഒരു ആരോപണമാണ് നാം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ രക്ഷ നഷ്ടപ്പെടില്ല എന്ന് നമ്മൾ പറയുന്നതിന്റെ മറ്റൊരു കാരണം എന്താണ്? യേശു തന്റെ രക്തത്താൽ വീണ്ടെടുത്തതാണ്, അല്ലെ? ദൈവം വീണ്ടെടുത്തതാണ്, വില കൊടുത്തു വാങ്ങിയതാണ്. കൊടുത്ത വില എന്താണ്? വലിയൊരു വിലയാണ് കൊടുത്തത്. യേശുവിന്റെ രക്തം, സ്വന്തം പുത്രന്റെ ജീവനാണ്. അവൻ സ്വന്തം രക്തം കൊടുത്ത് സമ്പാദിച്ച ദൈവത്തിന്റെ സഭ എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നല്ലോ. അപ്പോൾ വീണ്ടെടുത്തതാണ്, യേശുവിന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തതാണ്. അതുകൊണ്ട് അത് നഷ്ടമായി പോവുകയില്ല, നഷ്ടപ്പെടാനായിട്ട് സാധിക്കില്ല അതിന്. അതുപോലെ തന്നെ നീതീകരിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിലൂടെ നാം നീതീകരിക്കപ്പെട്ട ആളുകളാണ്. എന്താ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുൻപിൽ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ സമ്പൂർണമായി സ്വീകാര്യനായിട്ട് തീരുക, അല്ലെങ്കിൽ അവൻ സമ്പൂർണമായി നീതിമാനായിട്ട് തീരുക, അതായത് കുറ്റമില്ലാത്തവനായിട്ട് തീരുക. ദൈവത്തിന്റെ മുൻപിൽ ഒരാള് കുറ്റമില്ലാത്തവനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന ആ പ്രവൃത്തിക്കാണല്ലോ നീതീകരണം എന്ന് നമ്മൾ പറയുന്നത്. ഒരാള് ദൈവത്തിന്റെ മുൻപിൽ നീതിമാനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവൻ എങ്ങനെയാണ് അതല്ലാതായിട്ട് മാറുന്നത്? ഈ പ്രഖ്യാപനം ദൈവം നടത്തിയത് എപ്പോഴാണ്? നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ, അല്ലെ? നാം പാപികളായിരിക്കുമ്പോൾ, ദോഷികളായിരിക്കുമ്പോഴാണ് ദൈവം ഈ പ്രഖ്യാപനം നടത്തിയത്, അല്ലെങ്കിൽ നമ്മെ നീതീകരിച്ചത്. അതുകൊണ്ട് നമുക്ക് ഇത് നാളെ ഇനി നമ്മെ നീതിമാൻ അല്ല എന്ന് ദൈവം പ്രഖ്യാപിക്കുകയില്ല. ദൈവത്തിന്റെ കോടതിയിൽ ദൈവം അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ക്രിസ്തുവിൽ നാം നീതീകരിക്കപ്പെട്ടു എന്നുള്ളത്. തന്നെയുമല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിത്യജീവനാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നിത്യജീവൻ. യോഹന്നാൻ 3:16 എന്താ പറഞ്ഞത്? നിത്യരക്ഷ, നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ പ്രാപിക്കുമെന്നത് ദൈവത്തിന്റെ പ്രോമിസാണ്, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അപ്പോ നിത്യജീവനാണ് ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ തരുന്നതെങ്കിൽ അത് നിത്യമായിട്ടുള്ള ജീവനാണ്, അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്ന് അല്ല. റോമാലേഖനം 8:30 അനുസരിച്ച് വിളിച്ചവരെ നീതീകരിച്ചു, വിശുദ്ധീകരിച്ചു, തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പൊ ഈ തേജസ്കരണം എന്നുള്ളതായിരിക്കുന്ന ഈ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് ചെയ്തു കഴിഞ്ഞു? ഈ ലോകത്തിന്റെ സ്ഥാപനത്തിനു മുമ്പേ ദൈവം ആ പരിപാടിയെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ് ഇനി? അതുകൊണ്ട് രക്ഷ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ലോജിക്കലി, യുക്തിസഹമായിട്ട് ദൈവവചനത്തിലെ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾക്ക് യോജിക്കുന്ന ഒന്നല്ല രക്ഷ നഷ്ടപ്പെടുക. ദൈവത്തിന്റെ രക്ഷ എന്നുള്ളതായിരിക്കുന്ന ആ ഒരു 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 പാക്കേജ് ഉണ്ടല്ലോ, ദൈവത്തിന്റെ രക്ഷ എന്നുള്ളതായിരിക്കുന്ന ദൈവപരിപാടിയിലെ, ബൈബിളിലെ ഏറ്റവും ഘനമേറിയ, ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയത്തോടുള്ളതായിരിക്കുന്ന ഈ വിഷയത്തെ നാം ലാഘവത്തോടെ എടുക്കുകയും അതിനോട് കാണിക്കുന്ന അനാദരവുമാണ് ഇത് നഷ്ടപ്പെട്ടു പോകും എന്ന്
പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കാൽവരിയിലെ ക്രൂശ് മരണത്തെ നമ്മൾ അവഗണിക്കുന്നതിന് തുല്യമാണ്. നിത്യനായിരിക്കുന്ന ദൈവത്തിന്റെ ഈ രക്ഷന്റെ പരിപാടിക്ക് ദൈവം നിത്യതയില് ദൈവം തുടങ്ങിയതും ദൈവം നിവർത്തിച്ചതുമായിരിക്കുന്ന ആ പ്രവൃത്തികളോടൊക്കെയുള്ള നമ്മുടെ നിഷേധമാണ്. അതിനെ നമ്മൾ തള്ളിക്കളയുന്നതിന് തുല്യമാണ് രക്ഷ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ. കാരണം രക്ഷ നമ്മുടെ പ്രവൃത്തിയല്ലല്ലോ, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ഈ രക്ഷഭദ്രമല്ല എന്ന് പറയുന്ന ആളുകള് നിരത്തുന്ന ഒത്തിരി ന്യായങ്ങളുണ്ട്. അവര് നിരത്തുന്ന ന്യായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഞാൻ ഒന്ന് വേഗത്തിൽ പറയാം. അവര് നിരത്തുന്ന ന്യായങ്ങള്, അവര് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം കണ്ടീഷണൽ ആണെന്നുള്ളതാണ് അവര് പറയുന്ന ഒന്നാമത്തെ വാദഗതി. രക്ഷ നഷ്ടപ്പെട്ടു പോകും, രക്ഷ ഭദ്രമല്ല എന്ന് പറയുന്നവർക്ക് പറയാനുള്ള ഒന്നാമത്തെ വാദഗതി, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം കണ്ടീഷണൽ ആണ് എന്ന് പറഞ്ഞാൽ, ഇഫ് എങ്കിൽ, ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ, അനുസരിച്ചാൽ, പ്രവർത്തിച്ചാൽ, അംഗീകരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് രക്ഷ. അതെല്ലാം കണ്ടീഷനാണെന്ന് അവർ പറയുന്നത്. അപ്പൊ ഇത് ചെയ്തില്ലെങ്കിലോ, അംഗീകരിച്ചില്ലെങ്കിലോ, വിശ്വസിച്ചില്ലെങ്കിലോ, ഉൾക്കൊണ്ടില്ലെങ്കിലോ, ഇങ്ങനെ ചെയ്തില്ലെങ്കിലോ അത് കിട്ടുകയില്ല. അപ്പൊ എല്ലാ ദൈവിക വാഗ്ദത്തങ്ങളും രക്ഷയെ സംബന്ധിച്ചുള്ളതും എല്ലാം കണ്ടീഷണൽ ആണ്. അതാണ് അവരുടെ ഒരു വാദഗതി. വാക്യങ്ങളൊക്കെ എടുത്ത് വിശദീകരിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അവര് പറയുന്ന രണ്ടാമത്തെ ഒരു വാദഗതി, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം യുക്തിസഹമായിരിക്കുന്ന നിലയിലാണ് ഈ വാക്യങ്ങളെല്ലാം നമ്മൾ എടുക്കേണ്ടതെന്നാണ് അവർ പറയുന്നത്. അതായത് യുക്തിസഹമായിട്ട് നാം ഇതിനെ എടുത്താൽ ലോജിക്കലി ഇതെല്ലാം വാലിഡ് ആണെന്ന് അവർ പറയുന്നത്. ഉദാഹരണത്തിന് 2 പത്രോസ് 1:10-11 വാക്യങ്ങളിൽ പറയുന്നത്, ഇങ്ങനെ ചെയ്താൽ നാം നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. 2 പത്രോസ് 1:10-11 വാക്യങ്ങൾ അങ്ങനെയാ പറയുന്നത്. വിശ്വാസത്തോട് വീര്യത്തോട് ഇതിങ്ങനെ കൂട്ടിക്കൂട്ടി അവസാനം എന്താ പറയുന്നത്? എന്നാൽ നിങ്ങൾ അവന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം പ്രാപിക്കും. അപ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ രക്ഷയിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇത് ഇങ്ങനെ ചെയ്തെങ്കിലേ സാധിക്കുകയുള്ളൂ. അതല്ലേ അതിന്റെ ലോജിക്ക് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇപ്പൊ വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിലും നമ്മൾ വായിച്ചു വന്നാൽ അവിടുത്തെ ലോജിക്ക് അനുസരിച്ച് അവന്റെ പേര് ഞാൻ മായ്ച്ചു കളയുകയില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇങ്ങനെ ചെയ്യുന്നവന്റെ പേര് ഞാൻ മായ്ച്ചു കളയുകയില്ല. അപ്പൊ അതിന്റെ ലോജിക്ക് അനുസരിച്ച് എന്താണ് അതിന്റെ മറുവശം? എന്താണ്? ഇങ്ങനെ ചെയ്യാത്തവന്റെ പേര് ഞാൻ മായ്ച്ചു കളയും. ഇതാണ് അവരുടെ ഒരു ലോജിക്ക്. മൂന്നാമതായിട്ട് അവർ പറയുന്നത്, ഇത് ജോൺ കാൽവിൻ കണ്ടുപിടിച്ചതായിരിക്കുന്ന ഒരു ആശയമാണ്. ജോൺ കാൽവിൻ കൊണ്ടുവന്ന ഒരാശയമാണ് ഈ കാൽവിനിസം എന്ന് പറയുന്നത്. ഈ എല്ലാ റിഫോംഡ് തിയോളജിയന്മാരും ഇത് ഒരുപോലെ അംഗീകരിച്ചിട്ടില്ല ക്രിസ്തീയ ലോകത്ത് ഇന്ന് വരെ. 1 പോയിന്റുകാരനുണ്ട്, 2 പോയിന്റുകാരനുണ്ട്, 3 പോയിന്റുകാരനുണ്ട്, 4 പോയിന്റുകാരനുണ്ട്, 5 പോയിന്റുകാരനുണ്ട്. ഈ കാൽവിനിസത്തിൽ തന്നെ ഈ പോയിന്റുകളിലൊന്നും തൃപ്തി ഇല്ലാത്തവരും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാൽവിനിസത്തിൽ തന്നെ ഒരു അവിയൽ പരിവമാണ്, ഇതിനകത്തൊന്നും ഒരു വ്യക്തതയില്ല എന്നാണ് അവർ ഉന്നയിക്കുന്നതായിരിക്കുന്ന മറ്റൊരു ന്യായം. നാലാമതായിട്ട് അവർ പറയുന്നത്, ദൈവ കുടുംബത്തിലെ അംഗമായാൽ പിന്നെ എന്നേക്കും അംഗമായിരിക്കും എന്നുള്ള വാദം നമുക്ക് സ്വീകാര്യമല്ല എന്ന് അവർ പറയുന്നത്. ദൈവഭവനത്തിലെ അംഗമായിട്ട് നമ്മൾ തീർന്നു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ദൈവഭവനത്തിൽ അംഗമാകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഈ ഭൂമിയിലെ ഭവനത്തിലെ അംഗമായിട്ട് ഒരാൾ തീരുന്നത് എപ്പോഴാ? ജനനത്തിലൂടെയാണ്. ദൈവഭവനത്തിൽ അംഗമായിട്ട് തീരുന്നത് എപ്പോഴാ? വീണ്ടും ജനനത്തിലൂടെയാണ്. പക്ഷെ അവര് പറയും ഇതിനൊരു വ്യത്യാസമുണ്ട്. ഈ ഭൂമിയിലെ കുടുംബത്തിന്റെ അംഗമായിട്ട് ഒരാൾ തീരാനായിട്ട് അവൻ സ്വയം തീരുമാനമെടുത്തല്ല അംഗമായത്, അത് ജന്മനാൽ അവന് കിട്ടിയതാ. എന്നാൽ ദൈവഭവനത്തിൽ അംഗമായിട്ട് ഒരാൾ തീരാൻ അവൻ സ്വയം തീരുമാനിച്ചതാണ്. ഒരാള് സുബോധമുള്ള ഒരാള് എനിക്ക് ദൈവഭവനത്തിലെ അംഗമാകണം, അതിന് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ തീരുമാനിച്ച ആ ഭവനത്തിലെ അംഗമായതാണ്. അതുകൊണ്ട് അവന്റെ തീരുമാനം അവൻ എന്ത് വേണമെങ്കിലും പുനഃപരിശോധിക്കാം. അവന്റെ തീരുമാനം അവന്റെ പ്രവൃത്തികളിലൂടെ അവൻ പുനഃപരിശോധിച്ചതായിട്ട് അവൻ വെളിപ്പെടുത്തുമ്പോൾ അവൻ ആ ദൈവഭവനത്തിലെ അംഗമല്ലാതായിട്ട് മാറുന്നു എന്നുള്ളതാണ് അവിടുത്തെ യുക്തി എന്നാണ് അവർ പറയുന്നത്. അത് തീരുമാനിക്കാൻ അവർക്ക് കഴിയുമെന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ അവരുടെ ഒരു വാദഗതിയാണ്, ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. അപ്പൊ അവര് പറയുന്നത് ആ വാക്യം ഈ രക്ഷയുടെ ഭദ്രതയെ കുറിക്കുന്ന ആളുകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്. പക്ഷെ അതിന് അവരുടെ മറുപടി എന്തെന്ന് ചോദിച്ചാൽ, ആ വാക്യത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളും കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് ചിന്തിക്കണമെന്ന് അവർ പറയുന്നത്. എന്തെന്ന് ചോദിച്ചാൽ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. അതിനുശേഷമാണ് പറയുന്നത്, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല.
അപ്പൊ എന്ന് പറഞ്ഞാൽ എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളെ ആരെയും എന്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അവർ പറയുന്നത്. അപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്നിടത്തോളം കാലം ഭദ്രമാണ്. എന്റെ ശബ്ദം എന്ന് കേൾക്കാതിരിക്കുന്നുവോ അന്ന് അവര് ഭദ്രമല്ല എന്നല്ലേ ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നാണ് അവരുടെ ഒരു മറുചോദ്യം. ആറാമതായിട്ട് അവർ പറയുന്നത് എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളാണ് നമ്മുടെ മറ്റൊരു സ്ട്രോങ് വാക്യം. ആ വാക്യത്തിന് അവർ പറയുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, കൃപയാലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിന് നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് പറഞ്ഞതിന് ശേഷം ആ വാക്യം അവിടെ അവസാനിക്കുന്നില്ല. 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്? സൽപ്രവൃത്തികൾക്കായിട്ട് നാം അവനിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നാം വിശ്വാസത്താൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് കിട്ടിയ ഈ രക്ഷ നമ്മുടെ സൽപ്രവൃത്തികളിലൂടെയാണ് അത് വെളിപ്പെടേണ്ടതെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് സൽപ്രവൃത്തികൾ എന്നുവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ അന്നുവരെ നമ്മൾ ഈ കൃപയാൽ വിശ്വാസത്താലുള്ള രക്ഷ നമ്മൾ അതിന്റെ ഭാഗമായിരിക്കും. സൽപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ, അതായത് രക്ഷയുടെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടവരല്ല. അതുകൊണ്ട് രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട വാദഗതികളാണല്ലോ ഇബ്രാഹിം ലേഖനം 6-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും 10-ാം അധ്യായത്തിന്റെ 23 മുതൽ 31 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളും. അപ്പൊ ഈ വേദഭാഗങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അവരുടെ സ്ട്രോങ് വാദഗതി ഈ 2 വാക്യങ്ങളാണ്. ഈ 2 വാക്യങ്ങളാണ് പലരെയും കുഴപ്പത്തിലാക്കുന്നത്. എന്നാൽ ഈ വാക്യങ്ങളുടെ അർത്ഥം എന്താന്നുള്ളത് നമുക്ക് അറിയാം. നമുക്കൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കണം. 8-ാമതായിട്ട് അവർ പറയുന്നത്, പ്രായോഗിക വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കഴിയണമെങ്കിൽ രക്ഷയുടെ ഭദ്രത എന്നുള്ള വിഷയത്തെ ഇങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോ ഈ പ്രായോഗിക വിശുദ്ധ ജീവിതം എന്നുള്ള വിഷയം തന്നെ ഒന്ന് എടുക്കുക. അത് പ്രായോഗികമായിട്ട് ആർക്കാണ് അതിൽ വിജയിക്കാനായിട്ട് കഴിയുന്നത്? പ്രായോഗിക വിശുദ്ധ ജീവിതം ഈ രക്ഷയുടെ ഭദ്രത വിശ്വസിക്കുന്ന ആളുകൾക്കാണോ കൂടുതൽ സാധിക്കുന്നത്, അതോ രക്ഷയുടെ ഭദ്രത ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിലാണോ ഇത് കൂടുതൽ കണ്ടുവരുന്നത്? നിങ്ങളൊരു ഉദാഹരണത്തിന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ രക്ഷയുടെ ഭദ്രതയ്ക്കെതിരെ പറയുന്ന ആളുകള്, അവരുടെ ഇടയിൽ പ്രായോഗിക വിശുദ്ധ ജീവിതം വളരെ മെച്ചമാണോ, കൂടുതലാണോ എന്ന് പറയാനായിട്ട് നമുക്ക് നമ്മുടെ ഒരു പുറമേ നിന്നുള്ള ഒരു ഒബ്സർവേഷനാണ് ഞാൻ പറയുന്നത്. ഇല്ല, അങ്ങനെ സാധിക്കില്ല. മറിച്ച് ചിന്തിക്കുന്നവരുടെ ഇടയിൽ കൂടുതൽ കുത്തഴിഞ്ഞ് ജീവിക്കുകയാണോ? അങ്ങനെയും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പൊ അങ്ങനെയല്ല സംഭവിക്കേണ്ടതെന്നാ. രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് ഇങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളുടെ ഇടയിൽ എല്ലാവരും പ്രായോഗിക വിശുദ്ധ ജീവിതം നന്നായിട്ട് നയിക്കേണ്ടവരല്ലേ? അല്ലെങ്കിൽ രക്ഷ അങ്ങ് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു ഭയത്തോടെ ജീവിക്കുന്നവർക്ക് അവർക്ക് കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയേണ്ടതല്ലേ? എന്നാൽ പ്രാക്ടിക്കലി പറഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ദൈവമക്കളുടെ ഇടയിൽ. എന്ന് പറഞ്ഞാൽ ദൈവഭയമില്ലാത്ത മനുഷ്യർക്ക് അവർക്ക് ഈ ഒരു ഉപദേശമൊന്നും അവർക്ക് വിഷയമല്ല. ശരിക്കും ദൈവഭയമാണ് ഒരു മനുഷ്യനെ വിശുദ്ധിയോടെ ജീവിക്കുവാനും അല്ലെങ്കിൽ പാപത്തിൽ തുടരുവാനും ഒരാൾക്ക് ധൈര്യം ലഭിക്കുന്നതും അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ടുള്ള സമർപ്പണം ഉണ്ടാകുന്നതും അതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ പ്രായോഗികമായിരിക്കുന്ന പ്രസക്തി എന്താണ്? ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങള് തീർച്ചയായിട്ടും പറയണല്ലോ. ഈ രക്ഷയുടെ ഭദ്രത എന്നുള്ളതായിരിക്കുന്ന വിഷയത്തിൽ നാം ശരിക്കും വിശ്വസിച്ചാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിന് അത് എന്ത് പ്രയോജനമാണ് ചെയ്യുന്നത്? ഒരാള് രക്ഷ നഷ്ടപ്പെട്ടു പോകില്ല, രക്ഷ ഭദ്രമാണ്, ജീവപുസ്തകത്തിൽ പേരെഴുതി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ പേര് മായ്ക്കുന്ന പ്രശ്നമില്ല, കർത്താവിന്റെ കയ്യിൽ നമ്മളെ കർത്താവ് ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്, ആർക്കും കർത്താവിന്റെ കയ്യിൽ നിന്ന് നമ്മെ ഇനി പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല, നമുക്ക് നിത്യജീവൻ കർത്താവ് തന്നിരിക്കുന്നു, നിത്യരക്ഷ നമുക്ക് തന്നിരിക്കുന്നു, നിത്യസ്നേഹത്താൽ അവൻ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു, ക്രിസ്തുവിൽ നമ്മെ നീതീകരിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് ജീവിക്കാൻ പറ്റുമോ? എങ്ങനെയും ജീവിക്കാനുള്ള ലൈസൻസ് ആണോ അത്? ഇതാണല്ലോ നമ്മുടെ പ്രായോഗിക ജീവിതത്തെ ബാധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്. ശരിക്കും രക്ഷയുടെ ഭദ്രത ഒരാള് വിശ്വസിച്ചാൽ, രക്ഷയുടെ ഭദ്രത വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷ എന്താന്നുള്ളത് മനസ്സിലാക്കിയാൽ രക്ഷയുടെ ഭദ്രതയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് രണ്ടായിട്ട് കാണാനായിട്ട് കഴിയില്ല. രക്ഷ എന്ന് പറയുന്ന വിഷയത്തെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ക്രിസ്തീയ ജീവിതത്തെ അവന് ശരിക്കും ആസ്വദിക്കാനായിട്ട് സാധിക്കും. എങ്ങനെ സാധിക്കും? എന്തുകൊണ്ട് സാധിക്കും? 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, അതായത് ന്യായവിധിയുടെ മുൻപാകെ നമുക്ക്
ധൈര്യത്തോടെ നിൽക്കാനായിട്ട് കഴിയുന്നത് യഥാർത്ഥത്തിൽ ഈ രക്ഷയുടെ ഭദ്രത എന്നുള്ള ഈ ആശയം ഉള്ളത് കൊണ്ടല്ലേ? ആ വാക്യത്തിന്റെ അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പോ ദൈവം നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തെ ശരിക്കും ഒരാൾ മനസ്സിലാക്കി കഴിയുമ്പോഴല്ലേ അവന് ന്യായം വിധിക്കുന്ന കർത്താവിന്റെ മുൻപാകെ അവന് കോൺഫിഡൻസോട് കൂടെ നിൽക്കാനായിട്ട് കഴിയുന്നത്. എന്നും കുറ്റബോധത്തോടെ ജീവിക്കേണ്ട ഒരു ആവശ്യം ഒരു വിശ്വാസിക്ക് ഇല്ല. രക്ഷയുടെ ഭദ്രതയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെന്നും കുറ്റബോധത്തോടു കൂടിയായിരിക്കും ജീവിക്കുന്നത്. എന്താണ് കുറ്റബോധം എന്ന് പറയുന്നത്? എന്റെ ജീവിതത്തിൽ ഈ പാപം, ഈ തെറ്റ്, അതെന്നെ എന്റെ രക്ഷയിൽ നിന്ന് തള്ളിക്കളയുമോ? ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയുമോ? ഞാനിന്ന് മരിച്ചാൽ കർത്താവിന്റെ സന്നിധിയിൽ എന്റെ പൊസിഷൻ, എന്റെ സ്റ്റാറ്റസ് എന്തായിരിക്കും? അല്ലെങ്കിൽ കർത്താവ് ഇന്ന് വന്നാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ആ ഒരു കുറ്റബോധത്തോടു കൂടെ എന്നും ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ജീവിതം ആസ്വദിക്കാനായിട്ട് കഴിയില്ല. അതിനൊരു മറുവശമുണ്ട്. രക്ഷയുടെ ഭദ്രത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതാണോ? തെറ്റിനെ കുറിച്ചൊരു ബോധം വേണ്ടേ? കുറ്റബോധം വേണ്ടേ? മനസാക്ഷി അവനെ കുറ്റം വിധിക്കില്ലേ? തീർച്ചയായിട്ടും തെറ്റ് ചെയ്യുന്നവർക്ക് മനസാക്ഷി കുത്തുണ്ടാകും, അവന് ദൈവമുമ്പാകെ പാപബോധം ഉണ്ടാകും. പക്ഷെ കുറ്റബോധം അതല്ല. കുറ്റബോധവും പാപബോധവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പാപബോധം നമുക്ക് എല്ലാവർക്കും വരണം. പക്ഷെ കുറ്റബോധം എന്ന് പറഞ്ഞാൽ എന്നും ഈ കുറ്റബോധത്തോടു കൂടെ ജീവിക്കുക. അയ്യോ, എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? അയ്യോ, ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, അതുകൊണ്ട് ഇനി എനിക്ക് പോയല്ലോ, എനിക്ക് ഇനി കിട്ടുമോ? ദൈവത്തിന് എന്നെ ഇനി ഇഷ്ടപ്പെടാൻ സാധിക്കുമോ? ദൈവത്തിന് എന്നിൽ ഇനി പ്രസാദമുണ്ടോ? ഞാനതെല്ലാം നഷ്ടമാക്കി കളഞ്ഞില്ലേ എന്നുള്ളതായിരിക്കുന്ന ഒരു കുറ്റബോധം. എന്നാൽ പാപബോധം വന്നു കഴിഞ്ഞാലോ, എപ്പോഴും നമുക്ക് പാപബോധം വേണം. ഈ പാപബോധം നമ്മെ എപ്പോഴും ശരിയായിരിക്കുന്ന ഒരു ബന്ധത്തിലേക്കാണ് നയിക്കുന്നത്. എബ്രായലേഖനം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം അനുസരിച്ച് ഈ പുതു നിയമത്തിന്റെ മഹത്വം എന്താണ്? പുതു നിയമത്തിന്റെ ഫലം എന്താണ്? നമ്മുടെ പാപങ്ങളെ ഇനി അവൻ ഓർക്കുകയില്ല. അതാണല്ലോ പുതിയ നിയമം എന്ന് പറയുന്നത്. ഞാൻ അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല. ഈ ഒരു കോൺഫിഡൻസ് അല്ലേ ഒരാൾക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. കുറ്റബോധമില്ലാതെ കർത്താവിനെ ഫേസ് ചെയ്യാനായിട്ട് ഒരാൾക്ക് സാധിക്കുന്നത് രക്ഷയുടെ ഭദ്രത ശരിക്കും മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. രണ്ടാമതായിട്ട് അതേ ലേഖനത്തിന്റെ തന്നെ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, നമുക്ക് ഭയമില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുന്നത് രക്ഷയുടെ ഭദ്രത എന്നുള്ളൊരു വിഷയത്തെ ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോഴാണ്. ഫ്രീഡം ഫ്രം ഫിയർ. ഭയമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഭയത്തോടുകൂടെ ജീവിക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ ദൈവഭയം എന്നുള്ളൊരു വിഷയം അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഭയം, പേടിച്ച് ജീവിക്കുക എന്ന് പറയും. ഈ പേടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭയത്തേക്കാൾ നല്ലൊരു വാക്ക് പേടി എന്നുള്ളതാണ്. ചിലവരങ്ങനെ പേടിച്ച ജീവിക്കണം. ഭയത്തോടെ ജീവിക്കണം നമ്മള്. പേടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പ ചാടിപ്പോകും എന്നുള്ളതായിരിക്കുന്ന ഒരു പേടി. അതാണ് ഇവിടുത്തെ പേടി എന്ന് പറയുന്നത്. ഇതിപ്പോ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. മറ്റേ ഭയം എന്ന് പറഞ്ഞാൽ ദൈവഭയമാണ്. ഇത് രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു പേടി. ആ ഒരു പേടിയുടെ ആവശ്യം ഇല്ല. ആ പേടി നമ്മിൽ നിന്ന് എന്നേക്കുമായിട്ട് ആകുന്നു. ഈ രക്ഷയുടെ ഭദ്രത നമ്മെ നയിക്കുന്നത് മൂന്നാമതായിട്ട് ആത്മീയമായിരിക്കുന്ന ഒരു പുതു സമർപ്പണത്തിലേക്കും അനുഭവത്തിലേക്കും നമ്മെ നയിക്കുന്ന ഒന്നാണ് രക്ഷയുടെ ഭദ്രത എന്നുള്ളതായിരിക്കുന്ന ഈ ഒരു അറിവ്. രക്ഷ ഭദ്രമാണെന്നുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ ആത്മീയമായിരിക്കുന്ന ഒരു പുതിയ അനുഭവത്തിലേക്കും പുതിയ തലത്തിലേക്കും നമ്മെ അത് നയിക്കും. ജോനാഥൻ എഡ്വേർഡ്സ് എഴുതിയതായിരിക്കുന്ന അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് വിളിക്കപ്പെടുന്ന പുസ്തകമാണല്ലോ റിലീജിയസ് അഫെക്ഷൻസ് എന്നുള്ളതായിരിക്കുന്ന ഒരു പുസ്തകം. അദ്ദേഹം 250 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുസ്തകം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തെ ഇത് എഴുതാനായിട്ട് പ്രേരിപ്പിച്ചത് തന്നെ ഈ കപടഭക്തിക്കെതിരെ താൻ ശബ്ദിച്ചതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു തന്റെ എഴുത്തെന്ന് പറയുന്നത്. ആ എഴുത്ത് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഒരാൾ ശരിക്കും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫലം എന്തെന്ന് ചോദിച്ചാൽ ആത്മീക കാര്യങ്ങളിലുള്ള തീക്ഷ്ണമായിരിക്കുന്ന എരിവാണ് ഒരാളെ ശരിക്കും രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോ നമ്മൾ രക്ഷയുടെ ഭദ്രത എന്നുള്ളതായിരിക്കുന്ന ഈ ഒരു വിഷയത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ എരിവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളങ്ങനെ സാമട്ടിൽ അല്ലെങ്കിൽ കുത്തഴിഞ്ഞ് ജീവിക്കുകയല്ല ചെയ്യുന്നത്. കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ, പാപത്തിൽ ആഘവത്തോടെ കണ്ടുകൊണ്ട് ജീവിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ജീവിതത്തിന് ഗൗരവമില്ലാതെ ജീവിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ, രക്ഷയുടെ ഭദ്രത എന്നുള്ള വിഷയത്തെ മനസ്സിലാക്കാത്തവർ മാത്രമാണ്. ശരിക്കും മനസ്സിലാക്കാത്തവരാ.
തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. നമ്മുടെ പുത്രത്വത്തിന്റെ എല്ലാ അനുഭവങ്ങളും അതിന്റെ എല്ലാ അർത്ഥത്തിലും നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുന്നത് രക്ഷയുടെ ഭദ്രത ശരിക്കും മനസ്സിലാക്കി കഴിയും. അതായത് നാം ദൈവത്തിന്റെ പുത്രന്മാരായി. എങ്ങനെയാണ് ദൈവത്തിന്റെ പുത്രന്മാരായത്? ദൈവത്തിന്റെ പുത്രന്മാരായതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ്? ആ പുത്രത്വത്തെ ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് രക്ഷയുടെ ഭദ്രതയെ മനസ്സിലാക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ അവർക്ക് ആദ്യം പറഞ്ഞതുപോലെ ഈ പേടിയോടെ, മനസാക്ഷിക്കുത്തോടെ അവരെപ്പോഴും ജീവിക്കുന്നവരായിരിക്കും. അപ്പോ ശരിയായിരിക്കുന്ന ഒരു രക്ഷയുടെ ഭദ്രത, രക്ഷയുടെ അഷുറൻസ് ഓഫ് സാൽവേഷൻ ഒരു വിശ്വാസിയെ നയിക്കേണ്ടത് കൂടുതൽ സമർപ്പണത്തിലേക്ക്, കൂടുതൽ സ്നേഹത്തിലേക്ക്, കൂടുതൽ ഭക്തിയോടെ ജീവിക്കുവാൻ, കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ, പാപത്തെക്കുറിച്ചുള്ള ഭയം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി അവന് ജീവിക്കാനായിട്ട് സാധിക്കും. ഒരാൾക്ക് ഈ രക്ഷ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത എത്രമാത്രം ഉണ്ട് ഒരാളുടെ? കാരണം ഈ രക്ഷ നമ്മൾ സ്വീകരിച്ചതാണല്ലോ. നാം വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ, വിശ്വാസത്താൽ സ്വീകരിച്ചപ്പോഴാണല്ലോ നമുക്ക് രക്ഷ കിട്ടിയത്. വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മൾ വിശ്വസിച്ചത് കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വസിക്കാതെ ആരും രക്ഷിക്കപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിച്ചത് എനിക്ക് നാളെ തള്ളി പറയാൻ പറ്റില്ലേ? എനിക്ക് വിശ്വസിക്കേണ്ട എന്നങ്ങ് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? അതൊരു ലോജിക്കല്ലേ? അങ്ങനെയെങ്കിൽ എന്റെ രക്ഷ അങ്ങ് നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. എന്നാൽ രക്ഷ എന്താന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിന് ഉത്തരം നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കേവലം ഞാൻ വിശ്വസിച്ചത് കൊണ്ട് മാത്രം രക്ഷിക്കപ്പെട്ട ഒരാളാണോ ഞാൻ? അല്ല. നമുക്ക് ഈ വിശ്വാസം എവിടുന്നാ വന്നേ? എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളൊക്കെ അനുസരിച്ചാണെങ്കിൽ അവിടെ എന്താ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. എന്തിന് കാരണമല്ല? വിശ്വാസത്തിന്. നാം ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയ ഈ രക്ഷന്റെ പ്രവൃത്തിയിൽ നാം വിശ്വസിക്കാൻ കാരണം എന്താണ്? ദൈവത്തിന്റെ ദാനമായിട്ട് നമുക്ക് വിശ്വാസം കിട്ടിയത് കൊണ്ടാണ്. അപ്പൊ ഈ രക്ഷ എന്ന് പറയുന്ന ദൈവത്തിന്റെ ഒരു മഹത്തായിരിക്കുന്ന ഒരു പാക്കേജ് ഉണ്ടല്ലോ. അതെന്താന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയാനായിട്ട് നമുക്ക് കഴിയില്ല. എന്നാൽ ലോകത്തിന്റെ ചിന്താഗതിക്ക് അനുസരിച്ചാണല്ലോ പലപ്പോഴും ആളുകൾ ഇത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയാനുള്ള കാരണം എന്തെന്നുകൊണ്ടാൽ ഈ ലോകത്തിന്റെ തത്വശാസ്ത്രം അനുസരിച്ച് എല്ലായ്പ്പോഴും മനുഷ്യൻ സ്വയം പ്രയത്നിച്ച് പ്രവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണല്ലോ ലോകത്തിന്റെ ഫിലോസഫി. എപ്പോഴും എല്ലാ മതങ്ങളും അതാണല്ലോ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ മതങ്ങളുടെയൊക്കെ നടുവിൽ ജീവിക്കുന്ന നാമും നമ്മുടെയൊക്കെ ഉള്ളിലേക്കും ഈ ചിന്താധാര എങ്ങനെ അറിയാതെ കയറി കൂടിയിട്ടുണ്ട് പണ്ട് മുതലേ. ഏതാ? പ്രയത്നിക്കണം, പ്രവർത്തിക്കണം, അല്ലെ? പൗലോസ് അപ്പോസ്തലന്റെ ഒരു വാക്ക് ഫിലിപ്പിയ ലേഖനത്തിലുണ്ട്, ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്, അല്ലെ? അധികം പ്രവർത്തിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അധികം പ്രവർത്തിക്കണ്ടേ? പക്ഷെ ആ പ്രവൃത്തി എന്താന്നുള്ളത് നമുക്കറിയാം. ഇവിടെ പറയുന്ന പ്രവൃത്തി എന്താണ്? അപ്പോ രക്ഷയ്ക്കുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് നാം ആത്മരക്ഷ പ്രാപിക്കുന്ന പ്രവൃത്തി അല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ എന്നാൽ ലോകത്തിന്റെ ഫിലോസഫി, തത്വശാസ്ത്രം അനുസരിച്ച് ഒരാളുടെ പ്രയത്നം, സ്വന്തം പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് നേടിയെടുക്കുന്ന ഒരു രക്ഷയായിട്ടാണല്ലോ രക്ഷയെ പലരും കാണുന്നത്. ഈ മുടിയനായ പുത്രന്റെ കഥയിലേക്ക് ഒന്ന് വന്നാൽ അവിടെ നമ്മൾ 2 ക്യാരക്ടേഴ്സിനെ കാണുന്നു, 2 വ്യക്തികളെ കാണുന്നു. അതിൽ ഇളയവനും മൂത്തവനും. ഈ മൂത്തവൻ ആ വീട്ടിൽ തന്നെ ജീവിക്കുന്നയാളാണ്. ഞാൻ അതിനെങ്ങനെ പറയാണ്, അവൻ രക്ഷയുടെ ഉള്ളിൽ ജീവിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. അവൻ പിതാവിനോട് കൂടെ പിതാവിന്റെ ഭവനത്തിൽ പിതാവിന്റെ എല്ലാ അവകാശങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക. പക്ഷെ അവൻ ഒരിക്കലും എൻജോയ് ചെയ്യുന്നില്ല ജീവിതം. അവൻ എന്തുകൊണ്ട് ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റാത്ത? അവനാണെങ്കിൽ അവന്റെ അവകാശവാദം എന്താണ്? ഞാൻ എത്ര പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ആളാന്നല്ലേ അവൻ പറയുന്നത്. കറതീർന്ന വിശ്വാസി എന്ന് വേണമെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ. അവൻ എന്താ തെറ്റുള്ള? അപ്പന്റെ എല്ലാ കൽപ്പനയും അനുസരിച്ച് അപ്പനോടൊപ്പം ജീവിക്കുക. ആ പരീക്ഷണം പരീക്ഷണം പറഞ്ഞതുപോലെയാ. അതായത് ഞാൻ നിന്റെ ഈ മകൻ, അല്ലെ, എന്റെ ഈ അനിയൻ എന്നവൻ പറഞ്ഞില്ല, നിന്റെ ഈ മകൻ, അവൻ വേശ്യമാരോടുകൂടെ ഇങ്ങനെ തിന്നുകുടിച്ച് ജീവിച്ച ഒരുത്തൻ. ഞാനോ അങ്ങനെയല്ല. ഞാൻ നിന്റെ ഒരു വാക്കുപോലും ലംഘിക്കാതെ നിന്നോടുകൂടെ നിന്റെ ഈ വീട്ടിൽ ഞാൻ കഴിഞ്ഞു. പക്ഷെ അവൻ ഒരിക്കലും ജീവിതം എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്കൊരു ആട്ടിൻകുട്ടിയെങ്കിലും നീ തന്നിരുന്നെങ്കിൽ. ഇതുവരെ തന്നില്ല, ആനന്ദിക്കേണ്ടതിനെന്ന് അവൻ പറഞ്ഞു. എന്നാൽ മറ്റേ മടങ്ങി വന്ന മകൻ, അവൻ എന്താ പറഞ്ഞത്? അപ്പൊ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അവൻ എൻജോയ് ചെയ്തു.
അവൻ ആ വീട് അവൻ ആ വീട്ടിലേക്ക് വന്നപ്പോൾ അവന് കിട്ടിയ ആസ്വാദനം എന്തായിരുന്നു? അവന് കിട്ടിയ സ്വീകാര്യത, അതവൻ ശരിക്കും അവൻ അത് ആസ്വദിച്ചു. അവന്റെ ആ ഒറ്റ വാക്കിലുണ്ട് അത്, ഐ ആം അൺവേർതി, ഞാൻ അയോഗ്യനാണ്, അപ്പോ ഞാൻ അയോഗ്യനാണ്, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല. അവർക്ക് മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ യോഗ്യനാണെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പരീശൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ എന്ത് പറഞ്ഞു? ഇവനെ പോലെ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ ഞാൻ ഉപവസിക്കുന്നു, കിട്ടുന്നതിനൊക്കെ 10 കൊടുക്കുന്നു, ഞാൻ എത്ര നല്ല ആളാണല്ലേ. അപ്പോ സ്വന്തം പ്രയത്നത്താൽ ദൈവം മുൻപാകെ നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ലോകത്തിന്റെ തത്വശാസ്ത്രത്തിന്റെ ഒപ്പമാണ് അനേക ആളുകൾ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും ആനന്ദം കണ്ടെത്താൻ കഴിയില്ല. കാരണം അവരുടെ ആനന്ദത്തിന്റെയും ആസ്വാദനത്തിന്റെയും കാരണം എന്ന് പറയുന്നത് അവരുടെ സ്വപ്രയത്നം മാത്രമാണ്. എന്നാൽ മറ്റവർ അങ്ങനെയല്ല. അയോഗ്യനായ എനിക്ക് നിന്റെ മുമ്പാകെ ലഭിച്ച ഈ സ്വീകാര്യതയാണ്. നീ എന്നെ അംഗീകരിച്ചു, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ എന്നെ അംഗീകരിച്ചു. എനിക്കൊന്നും പുകഴുവാനില്ല, എനിക്കൊന്നും പ്രശംസിക്കുവാനില്ല. നീ എന്നെ അംഗീകരിച്ച, ഞാൻ ആയിരുന്ന അവസ്ഥയിൽ എന്നെ അംഗീകരിച്ചത് കൊണ്ട് ഞാനത് സ്വീകരിക്കുന്നു, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. അവനെത്ര ആസ്വാദനമുണ്ട്, അവനെത്ര സന്തോഷമുണ്ട്, അവനെത്ര സംതൃപ്തിയുണ്ട്, അവനെത്ര സമർപ്പണമുണ്ട് ജീവിതത്തിൽ, അല്ലെ. അവൻ ആ വീട് എങ്ങനെ ആസ്വദിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് രക്ഷയുടെ ഭദ്രത എന്നുള്ളതായിരിക്കുന്ന ഈ ഒരു വിഷയം നാം ശരിക്കും, രക്ഷയുടെ ഭദ്രതയെ നാം എത്രമാത്രം ആഴത്തിൽ മനസ്സിലാക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും, നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കും, നമുക്ക് സംതൃപ്തിയോടെ ജീവിക്കാൻ സാധിക്കും, നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിപ്പാൻ സാധിക്കും. ഒരു വിശ്വാസി എങ്ങനെയൊക്കെ ജീവിക്കണമോ അങ്ങനെയൊക്കെ ജീവിക്കാൻ ഒരുവന് സാധിക്കണമെങ്കിൽ രക്ഷയുടെ ഭദ്രത എന്നുള്ള വിഷയത്തെ അവൻ ശരിക്കും മനസ്സിലാക്കിയെങ്കിലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ വിഷയം ശരിക്കും ഇനിയും മനസ്സിലാക്കണം, ഇനിയും പഠിക്കണം. സമയം അങ്ങ് പോയതുകൊണ്ട് ഞാനങ്ങ് നിർത്തട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് കൂടുതൽ ആസ്വാദ്യകരമാക്കി തീർക്കുവാൻ നമുക്ക് ഈ രക്ഷയുടെ ഭദ്രത എന്നുള്ളതായിരിക്കുന്ന ഈ വിഷയത്തെ ഇനിയും ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവം കൃപ തരട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നമുക്ക് തന്ന ഈ രക്ഷ, ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവം തന്ന സൗജന്യമായ ഈ രക്ഷ, നാം ഒരു വിലയും കൊടുക്കാതെ നമ്മെ പോലെയുള്ള അയോഗ്യരായിരിക്കുന്ന നമുക്ക് ദൈവം സൗജന്യമായിട്ട് നൽകി ഈ രക്ഷ, അത് ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ ആ ബലിമരണത്തിലൂടെ നമുക്ക് ലഭിച്ച ഈ ദൈവനീതി, ആ ദൈവനീതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പിതാവിന്റെ മുമ്പാകെ ലഭിച്ച സ്വീകാര്യത, അംഗീകാരം, ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് എത്രമാത്രം ആസ്വാദ്യകരമായിരിക്കുന്ന വിശ്വാസ ജീവിതം നയിക്കാൻ സാധിക്കും. അതെത്ര ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. ദൈവം നമ്മയൊക്കെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. വളരെ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. രക്ഷ നഷ്ടപ്പെടും എന്ന നിലയിൽ വ്യാഖ്യാനിക്കാവുന്ന അനേക വാക്യങ്ങളുണ്ടെങ്കിലും ആ വിഷയത്തെ സമീപന രീതിയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്യമായിട്ട്, ഒരു ആശയമായിട്ട് നിൽക്കുന്നത് എന്ന് വിവരിച്ചല്ലോ. മാത്രമല്ല, വാസ്തവത്തിൽ രക്ഷ നഷ്ടപ്പെടും, അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ജീവിക്കണം എന്ന് ആശങ്കപ്പെടുന്നതായിരിക്കുന്ന ആളുകളാണ് സത്യത്തില് ജീവിതത്തെ ആസ്വദിക്കാതെ വളരെ ആശങ്കാകുലമായിട്ട് അതിനെ സമീപിക്കുകയും ജീവിതം അങ്ങനെ നന്നായി ജീവിക്കാനായിട്ട് പറ്റാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളതൊരു നല്ല അവതരണമായിരുന്നു.